ഹലോ. അപ്പോൾ അച്ഛൻ വൈകുന്നേരം വിളിച്ചപ്പം വൈകുന്നേരം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ വിളിച്ചു. എന്തെടുക്കാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആക്കുന്നില്ല, വെറുതെ ഇരിക്കുകയെന്ന്. അന്നേരം അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ എന്താ ഇവിടെ ഒന്നുമില്ല ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ പഴംപൊരി ആക്കിയാലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നീ എപ്പോഴും പഴംപൊരി തന്നെയല്ലേ ആക്കാറില്ല, അത് വേണ്ട വേറെ എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സീറ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സീറ ആക്കേണ്ട സാധനം ഉണ്ടോ ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാ സാധനമൊന്നും ഇല്ല, എന്നാലും പഞ്ചസാര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ സാധനമൊക്കെ വാങ്ങിച്ച് വേഗം വരാം, നീ ബാക്കിയുള്ള സാധനമൊക്കെ സെറ്റാക്കി വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തു ഞാൻ കേട്ടോ. പിന്നെ അച്ഛൻ വന്നിട്ട് ഒരു 1.5 കുക്കിംഗ് ആയിരുന്നു. അച്ഛൻ വന്നു, അടുപ്പ് കത്തിച്ചു, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ റവ ഉണ്ടല്ലോ, കുഞ്ഞിറവ, അത് വറുത്തോണ്ടിരിക്കുക അതേ നെയ്യിൽ. അപ്പോൾ ഈ വറക്കുമ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും നമുക്ക് വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയൊരു ട്യൂബ് ലൈറ്റ് എടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടാകുമ്പോൾ നല്ല വെളിച്ചം കിട്ടുമല്ലോ, നമുക്ക് വീഡിയോ കുറച്ച് കാണാൻ മാത്രം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ എന്നിട്ടും എന്താണെന്ന് അറിയില്ല, ആ സൈഡിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, വലിയൊരു വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, ഇരുണ്ട് കൂടിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ കുക്കറി ഷോയിൽ പറയുന്ന പോലെ ഒരു ഒരു ബൗളിലേക്ക് നമ്മളിത് മാറ്റുക പറയുന്നുണ്ട് ഇടയ്ക്ക്. അത് കഴിഞ്ഞ് ഈ റവയൊക്കെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചു. ഇല്ല അത് ഒരു ബൗളിൽ ഞാൻ വെള്ളം കൊടുത്തു കേട്ടോ. ഈ വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ. പിന്നെ അച്ഛന് സീറ എപ്പോഴും ആക്കുന്നതാണെങ്കിൽ പോലും അച്ഛന് മറന്നുപോയി ഇടയ്ക്കുന്ന. അങ്ങനെ അച്ഛൻ യൂട്യൂബ് വീഡിയോ ഒന്ന് വെച്ച് കാണിക്കാൻ പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ടാട്ടോ ബാക്കി പരിപാടി ചെയ്യുന്നത്. മഞ്ഞ കളറിലാണല്ലോ സീറ, ഇതിന് കേസരി എന്നും പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, നാച്ചുറൽ കളറാണ്. അപ്പോൾ ഈ മഞ്ഞപ്പൊടി നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ, ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. കടയിലൊക്കെ നല്ല മഞ്ഞ കളറിലുണ്ടാവുമല്ലോ. ആദ്യം നമ്മൾ വിചാരിച്ച് പാലൊഴിച്ചിട്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെയാണ് നമ്മൾ വെള്ളത്തിലാക്കാമെന്ന് വിചാരിച്ചത്. യൂട്യൂബിൽ വീഡിയോ നോക്കിയപ്പോൾ വെള്ളത്തിലാക്കുന്നത് കണ്ടു. അങ്ങനെ ഈ മഞ്ഞപ്പൊടിയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലത്തേക്ക് ഈ റവ ഉണ്ടല്ലോ, കുഞ്ഞി റവ, അത് നമ്മൾ ഇട്ട് കൊടുക്കും. ഇളക്കിളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ട പിടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കി നോക്കി. അച്ഛനിങ്ങനെ ആക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ആക്കിയപ്പോൾ എൻ്റേത് പക്ഷേ ഉപ്പുമാവ് പോലെ ആയിപ്പോയി കേട്ടോ, മധുരമുള്ള ഉപ്പുമാവില്ലേ അതുപോലെ. അങ്ങനെ റവ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ അത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് നോക്കിയിരിക്കുകയാണ്. ഇതായിട്ട് കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മൾ ചുറ്റി നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ പിള്ളേർക്ക് ഇങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമില്ല കേട്ടോ. കടയിലത്തൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനോടൊന്നും പിള്ളേർക്ക് വലിയ താല്പര്യമില്ലല്ലോ. പിന്നെ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പം പഞ്ചസാര ഇട്ട് പിന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കും തോറും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇത് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നെയ്യ് എത്ര ഒഴിക്കുന്നോ അത്ര ടേസ്റ്റാണ്. പക്ഷേ അമ്മയ്ക്ക് നെയ്യൊന്നും അത്ര ഒഴിച്ച് അമ്മയ്ക്ക് ഇഷ്ടമല്ല പൊതുവെ ഇങ്ങനത്തെ ഫുഡൊന്നും. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു പാനി നെയ്യ് തന്നെ വേണമല്ലോ. അത് ഒഴിക്കുന്ന പോലെ രുചി കൂടുതലാണ്. ചട്ടി വേണോ അമ്മ? ചട്ടി വേണ്ടോ? അങ്ങനെ നമ്മുടെ റവ കേസരി അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മേലേക്ക് നന്നായിട്ട് ഈ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അച്ഛൻ. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ ടേസ്റ്റ് നോക്കുമ്പോണ്ടല്ലോ ശരിക്കും ഇതിന് കുറച്ച് മധുരം കുറവായിരുന്നു. ഇതിന് മധുരം ഇല്ലെങ്കിൽ ഒട്ടും രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പം മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ മധുരം ഇടാൻ പറഞ്ഞു അച്ഛനോട്. മധുരം ഉണ്ടെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാമറ കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെരിഞ്ഞ് നിൽക്കാൻ വേണ്ടി പറയുമായിരുന്നു. അമ്മയാണ് കേട്ടോ ക്യാമറമാനി. അപ്പോൾ അമ്മയാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഷെയ്ക്കാവും. അമ്മ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ്, ഫോണ് തലതിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും ചിലപ്പോൾ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അവസാന പണിപ്പുരയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ സംഭവം രണ്ടാമത് എല്ലാം സെറ്റാക്കിയതായിരുന്നു. മധുരം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടാൽ അത് പിടിക്കുകയല്ല. അപ്പോൾ പിന്നെ കുറച്ച് ചൂടാക്കി ഒന്ന് അത് ഇളക്കി കൊടുത്തെങ്കിൽ അതൊന്ന് മിക്സാവും, മെൽറ്റായിട്ട് അതിനകത്ത് പിടിക്കണ്ടേ.
അതുകൊണ്ടാണ് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്ന കഴിച്ചാൽ മതി, കൊതി വന്നിട്ട് വായിൽ വെള്ളം വരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചോ, നമുക്ക് പുതിയ ഐറ്റം ഉണ്ടാക്കാൻ ഞാൻ അച്ഛനോട് പറയായിരുന്നു. അങ്ങനെ ഈ സാധനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. എല്ലാം തട്ടിപ്പൊത്തി നമ്മളിങ്ങനെ പാത്രത്തിൽ സെറ്റാക്കും കേട്ടോ. ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്ത് ഊത്ത് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കുവാണ് സംഭവം. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് നമുക്ക് മുറിച്ചെടുത്തിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ വേഗം ചായ വെക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ചായ വെച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിക്കണമല്ലോ. അങ്ങനെ ചായ വെച്ചു. അപ്പോഴേക്ക് ചായക്ക് പഞ്ചസാര ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അച്ഛൻ എന്തായാലും ഇരുന്നില്ല, നമ്മളെല്ലാവരും ഇരുന്ന് വട്ടത്തിൽ ചായ കുടിക്കാൻ. അപ്പോൾ അച്ഛനോടൊന്ന് ചായയുടെ പഞ്ചസാരയും 2 ഗ്ലാസ് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ചായക്ക് പഞ്ചസാരയും ഗ്ലാസ് എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടുക എടുത്ത് നടുക്ക് മറ്റേ കിണ്ണത്തപ്പലം മുറിക്കുമല്ലോ, അതുപോലെ ഇതിങ്ങനെ മുറിച്ച് പീസാക്കി ഓരോ കഷ്ണം എടുത്തു കേട്ടോ. പിള്ളേർക്ക് ഇങ്ങനത്തെ സാധനം ഇഷ്ടമല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം പിള്ളേർക്ക് പറ്റൂല. കടയിലത്തെ ആണെങ്കിൽ പിള്ളേർ അടിച്ചു വിട്ടോളൂ, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന പിള്ളേർക്ക് അത്ര പെടുത്തില്ല. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു, അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ കഴിഞ്ഞു പോയി. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.